ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയുടെ മനസ്സിലെ സ്നേഹം ഗൗരി തിരിച്ചറിയാൻ തുടങ്ങുന്നു. ചേച്ചിയായ ദേവിക്ക് വേണ്ടിയാണ് ശാരിക ഈ പ്രേമനാടകം കളിച്ചതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ തൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ഗൗരിക്കും ഭാർഗവിക്കും മുരളിക്കും വലിയ വിഷമമുണ്ട്. ഈ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിച്ച് നവീൻ്റെയും ശാരികയുടെയും വിവാഹം നടത്താമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ഇത്രയും നാൾ ശാരികയെ വെറുതെ കുറ്റം പറഞ്ഞല്ലോ എന്നോർത്ത് ഭാർഗവിക്ക് വിഷമമുണ്ട്. സ്വന്തം ജീവിതം പോലും നോക്കാതെ ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടിയാണ് ശാരിക ഇതൊക്കെ ചെയ്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. പ്രകാശൻ ഇപ്പോഴും ഗിരീഷിൻ്റെയും രജനിയുടെയും അമ്മയുടെയും മനസ്സിൽ നല്ല പിള്ളയാകാൻ ശ്രമിക്കുകയാണ്. മുന്നേ പലതവണ ചതിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഗിരീഷ് പ്രകാശിന്റെ ഒരു നാടകത്തിലും വീഴുന്നില്ല. എന്നാൽ രജനി തന്റെ അനിയൻ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നു. അരുന്ധതിയെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ പ്രകാശൻ ശ്രമിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ അരുന്ധതിയാണെന്നും നന്ദൻ എവിടെയുണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയാമെന്നും പ്രകാശൻ രജനിയോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അരുന്ധതി ദേവികയെ വിളിച്ച് തന്റെ മകനെ വേഗം കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ രക്ഷിച്ച ഋഷി തന്റെ കുടുംബത്തിന് തന്നെ ഭീഷണിയായതിനാൽ ദേവിക ഇനി ഇവരെ വിശ്വസിക്കാൻ തയ്യാറല്ല, പൂർണ്ണമായി അവഗണിക്കുന്നു. ദേവിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് അരുന്ധതി നേരെ ഇസബെല്ലയെ വിളിക്കുന്നു. നീ സത്യം പറയണമെന്നും എൻ്റെ മകൻ എവിടെയാണ്, വൈകുന്ന ഓരോ നിമിഷവും നമ്മൾ ജയിലിൽ പോകാനുള്ള സാധ്യത കൂടുകയാണ് എന്നും അരുന്ധതി പറയുന്നു. ഇത് കേട്ട ഇസബെല്ലയുടെ മറുപടി, എനിക്ക് ജയിലിൽ പോകാൻ ഒരു പേടിയുമില്ല, പക്ഷേ എനിക്കും കേവിനും നന്ദൻ എവിടെയുണ്ടെന്നറിയില്ല എന്ന് പറഞ്ഞ് ഇസബെല്ല ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഇസബെല്ല തന്നെ ചതിക്കുകയാണെന്ന് അരുന്ധതിക്ക് മനസ്സിലാകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് കണ്ട് ഐസക്കും ഇസബെല്ലയെ എതിർക്കാൻ തീരുമാനിക്കുന്നു. കെവിൻ കാര്യങ്ങളുടെ ഗൗരവം ഇസബെല്ലയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഈ കേസ് വൈകിയാൽ ഐസക് സാറിന്റെ കേസ് വേറെ ആർക്കെങ്കിലും പോകുമെന്നും അങ്ങനെ വന്നാൽ നമ്മളെല്ലാവരും സമൂഹത്തിന് മുന്നിൽ കുറ്റവാളികളാകും, അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലതെന്നും കെവിൻ പറയുന്നു. എന്നാൽ ഇസബെല്ല ഒട്ടും പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്തായാലും നന്ദനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടകത്തിന് ഞാനായിട്ട് ഒരു അവസാനം ഉണ്ടാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.